നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. വലിയപാടം ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ ആനയൂട്ട് നടന്നു. പാലക്കാട് വലിയപാടം ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ കർക്കിടക രാമായണ മാസാചരണത്തിൻ്റെ ഭാഗമായി ആനയൂട്ട് നടന്നു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ മുരളീകൃഷ്ണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ അതിരാവിലെ 5:30 അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും തുടർന്ന് നവകം, പഞ്ചഗവ്യം എന്നീ പൂജകളും നടന്നു. കാലത്ത് 9 മണിക്ക് ഗജവീരൻ കുറുവട്ടൂർ ഗണേശനെ പ്രത്യക്ഷ ഗണപതി ഭഗവാന്റെ സങ്കല്പത്തിൽ പ്രത്യേകം സജ്ജമാക്കിയ മണ്ഡപത്തിൽ കരിമ്പടം വിരിച്ച് അതിനുള്ളിൽ എഴുന്നള്ളിച്ച് നിർത്തി ഗജപൂജ നടത്തി. തുടർന്ന് ആനയൂട്ടിൽ പങ്കെടുത്ത കുറുവട്ടൂർ ഗണേശൻ, അമ്പാടി മഹാദേവൻ, കുളമാട്ടിൽ ഗണേശൻ, ട്രിനിറ്റി പാർത്ഥസാരഥി, ചെറിയ പറമ്പത്ത് ഗോപാലൻ എന്നീ ഗജവീരന്മാർ ഗജഘോഷയാത്രയായി കൽപ്പാത്തി മന്തക്കര ഗണപതി ക്ഷേത്രത്തിലെ പൂജാചടങ്ങുകളിൽ പങ്കെടുത്ത് വലിയപാടം ക്ഷേത്രത്തിൽ തിരിച്ചെത്തിയ ശേഷം നൂറുകണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്ത് ചോറ്, പഴം, കരിമ്പ്, ശർക്കര മുതലായ മറ്റു വിഭവങ്ങളും ഗജവീരന്മാർക്ക് നൽകിക്കൊണ്ടുള്ള ഗംഭീര ആനയൂട്ട് നടന്നു. തുടർന്ന് കർക്കിടക ഔഷധ കഞ്ഞിപ്പാർച്ചയും ഉണ്ടായി. വളരെ ഭക്തി നിർഭരമായ ചടങ്ങായിരുന്നു ഉണ്ടായത്. വലിയപാടം ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൻ്റെ പരിസര പ്രദേശത്തുള്ള ഒട്ടേറെ ഭക്തജനങ്ങൾ ക്ഷേത്രത്തിൽ വന്ന് തൊഴുകയും ആനയൂട്ടിൽ പങ്കെടുക്കുകയും കഞ്ഞിപ്പാർച്ച പ്രസാദം സ്വീകരിക്കുകയും ചെയ്തു. വളരെ അച്ചടക്കത്തോടുകൂടി ഭംഗിയായി തന്നെ പ്രോഗ്രാം നടന്നതായി സംഘാടകർ പറഞ്ഞു. ഒത്തിരി ഭക്തജനങ്ങൾ പങ്കെടുത്തെങ്കിലും യാതൊരുവിധ തിക്കും തിരക്കുമില്ലാതെ വളരെ സമാധാനപരമായാണ് ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ പങ്കെടുത്തതെന്ന് ഭാരവാഹികൾ സന്തോഷത്തോടെ പറഞ്ഞു. ഒത്തിരി ഭക്തജനങ്ങളാണ് പങ്കെടുത്തത്. ഔഷധക്കഞ്ഞി പാർച്ചയ്ക്ക് പ്രസാദമായി കഴിക്കാൻ എല്ലാ ഭക്തജനങ്ങളും പങ്കെടുത്തിരുന്നു. നാട്ടിലെ വാർത്താ സ്പന്ദനങ്ങൾ ഞങ്ങൾ ജനങ്ങളിലേക്കും അധികാരികളിലേക്കും എത്തിക്കുന്നു.